എല്ലായിടത്തും മതപരിവർത്തനം നടക്കുന്നു എന്ന രീതിയിൽ ശ്രീ മോഹൻ ബഗീസ്, ന്യൂനപക്ഷ വേട്ടയാണോ രാജ്യത്ത് നടക്കുന്നത്? അതാണല്ലോ ഇപ്പോൾ കത്തോലിക്ക സഭയും മറ്റ് സഭകളും LDFും UDFും ഒക്കെ പറയുന്നത്. ഇവിടെ പ്രശംസ നൽകുന്നു സഭാവിശ്വാസികൾക്കും വൈദികർക്കും, പക്ഷേ അങ്ങനെയല്ല മറ്റിടങ്ങളിൽ നിന്ന്. BJP ആണ് അവിടെ പ്രതിരോധത്തിലാകുന്നത്. അപ്പോൾ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ഈ അക്രമങ്ങൾക്ക് മറുപടി പറയേണ്ട ഗതികേടിലായി മാറിയിരിക്കുകയാണോ സംസ്ഥാനത്ത് BJP? ഒരു പരിധിവരെ സംഘപരിവാർ സംഘടനകളുടെ ചില വിഭാഗങ്ങൾ, അതിൽ ബജ്റാംഗ് ദളിനെ പ്രത്യേകമായി എടുത്തു പറയാം, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, ചില നീക്കങ്ങൾ, അത് മറ്റൊരിടത്തെ ഭാരതീയ ജനതാ പാർട്ടി സമ്മർദ്ദത്തിലാക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഛത്തീസ്ഗഡിൽ നടന്ന ഈ അൺഫോർച്ചുനേറ്റ് ഇവന്റ്, അതിന് ഏറ്റവും അധികം റിപ്പർക്കഷൻസ് ഉണ്ടാകുന്നത് ഛത്തീസ്ഗഡിലല്ല, അവിടെ നേരെ മാറിക്കിടക്കുന്ന കേരളത്തിലാണ്. ക്രൈസ്തവ സഭകളുമായി ഒരു നിരപ്പിന്റെ അനുഭവത്തിൽ പോവുക, ഇത് BJPയുടെ ഏറെക്കാലമായുള്ള നയമാണ്. കേരളത്തിൽ തീർച്ചയായും BJPക്ക് ഒരു അസ്തിത്വം ഉണ്ടാകണമെങ്കിൽ, ഫുട് ഹോൾഡ് ഉണ്ടാകണമെങ്കിൽ, ക്രൈസ്തവ ന്യൂനപക്ഷം, കേരളത്തിന്റെ ജനസംഖ്യയുടെ 18% വരുന്ന ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഒരു വിഭാഗത്തെയെങ്കിലും കൂടെ നിർത്താൻ സാധിക്കണം. പലപ്പോഴും അവരെയൊക്കെ ഏകസംഖ്യകൾ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പല സാമാന്യവൽക്കരിക്കാറുണ്ട്. അത് പൂർണ്ണമായും ശരിയല്ല. പക്ഷെ അതേസമയം ഇസ്ലാമോഫോബിയ ക്രൈസ്തവ മനസ്സുകളിൽ ബോധപൂർവം വളർത്താൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ജോസഫ് മാഷിന്റെ കൈവെട്ടൊക്കെ തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ ജോസഫ് മാഷിന്റെ കൈവെട്ടലാണ് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വന്നത്. അതിനുശേഷം മലയോര മേഖലയിലും കുടിയേറ്റ മേഖലയിലും ഉൾപ്പെടെയുള്ള ക്രൈസ്തവ മേഖലകളിൽ കോട്ടയം ജില്ല, പത്തനംതിട്ട ജില്ല, കൊല്ലം ജില്ലയുടെ കിഴക്കൻ പ്രദേശങ്ങൾ, ഇടുക്കി ജില്ല, എറണാകുളം ജില്ല, ഇവിടെ എല്ലാം ഉള്ള ഒരു ശക്തമായ ക്രൈസ്തവ സാന്നിധ്യമുണ്ട്. അതിൽ ഒരു ചെറിയ വിഭാഗത്തെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയോട് ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നു. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് സഭകളുടെ ഇടയന്മാർ, അതായത് പ്രത്യേകിച്ചും ഓർത്തഡോക്സ്, ജേക്കബൈറ്റ്, മാർത്തോമ അങ്ങനെയുള്ള സഭകൾ, കത്തോലിക്ക സഭയുടെ 3 റീത്തുകളായി നിൽക്കുന്ന കത്തോലിക്ക സഭയുടെ ഒക്കെ പിതാക്കന്മാർ, ബിഷപ്പ്, അവരുമായി BJPയുടെ നേതാക്കൾ, കേരളത്തിലെ നേതാക്കളും കേന്ദ്ര നേതാക്കളും പ്രധാനമന്ത്രി പോലും നിരന്തരമായി സംസാരത്തിലാണ്. അതാണ് ക്രിസ്തുമസ് ഈസ്റ്റർ നയതന്ത്രം എന്ന പേരിൽ നമ്മൾ അറിയുന്നത്. ഇതെല്ലാം തന്നെ വ്യക്തമായ സൂചനകളാണ് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമമാണ്. ഒരു വശത്തെ അതെല്ലാം നടക്കുന്നു, മറുവശത്തെ ഈ സംഘപരിവാർ എന്ന് പറയുന്നത് എത്രയോ സംഘടനകളാണ്. അത് BJP അതിന്റെ പൊളിറ്റിക്കൽ വിങ് മാത്രമാണ്. രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന ഒരു കൾച്ചറൽ വിങ് ഉണ്ട്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കൂടെയുള്ള പാനലിസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ, ബജ്റാംഗ് ദൾ എന്ന യൂത്ത് മൂവ്മെന്റ് ഉണ്ട്, ABVP ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തുണ്ട്, മഹിളാ മോർച്ചയുണ്ട്, BMS ഉണ്ട് എന്ന് വേണ്ട ഈ പരിവാർ സംഘടനകളിലെ ചില ആളുകൾ, ചില അത്യുത്സാഹികൾ പലപ്പോഴും മതപരിവർത്തനം ആരോപിച്ച് ക്രൈസ്തവരെയും ഒക്കെ ബുദ്ധിമുട്ടിലാക്കാറുണ്ട്. പ്രത്യേകിച്ച് ഫാദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും എല്ലാം ബുദ്ധിമുട്ടിലാക്കാറുണ്ട്. അതുപോലെ ഒരു സമീപനമാണ് ഇവിടെ വരുന്ന ഒരു പ്രത്യേക എന്നെ ആലോചനപ്പെടുത്തുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇസ് ദർ എ സ്റ്റേറ്റ് ഇൻവോൾവ്മെന്റ്, അതാണ് സ്ട്രക്ചറൽ വയലൻസ് എന്ന് പറയുന്നത്. ഛത്തീസ്ഗഡിലെ ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ, ആ ഭാരതീയ ജനതാ പാർട്ടി സർക്കാർ, എന്റെ ഘടനകൾ, അതുപോലെ ഈ VHPയും ഈ റെയിൽവേയുടെ ജീവനക്കാരും ഒക്കെ തമ്മിലുള്ള ചില ബന്ധങ്ങൾ. ഒരു റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് കുട്ടികൾ നിൽക്കുന്നു, 2-3 പേര് നിൽക്കുന്നു, ചെറുപ്പക്കാരായ കുട്ടികൾ നിൽക്കുന്നു. അവരുടെ ഇന്റൻഷൻ, അവരോട് ടിക്കറ്റ് ചോദിക്കുന്നു. ആ ടിക്കറ്റ് സിസ്റ്റേഴ്സിന്റെ കയ്യിലാണെന്ന് പറയുന്നു. അത് ഉപയോഗപ്പെടുത്തി ടിക്കറ്റ് എക്സാമിനർ നേരെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകരെ ബന്ധപ്പെടുകയാണ്. ലോക്കൽ പ്രവർത്തകരെ ബന്ധപ്പെടുകയും അവർ നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ പാഞ്ഞെത്തി ഒരു വലിയ സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് പിന്നീട് നിയമവേദിയിലേക്ക് എത്തുകയും സിസ്റ്റേഴ്സിനെ ഉൾപ്പെടെ ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വയ്ക്കേണ്ട ഒരവസ്ഥ വന്നു. ഇവിടെ മൊഴിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഒരു 17 വയസ്സുള്ള ഒരു കുട്ടി ആണെന്ന് പറയപ്പെടുന്നു. അതേക്കുറിച്ച് തർക്കമുണ്ട്. പ്രായപൂർത്തിയാകാത്ത ഒരാളുണ്ട്, 3 പേരിൽ ഒരാളുണ്ടെന്ന് പറയുന്നു. അത് വാദത്തിന് വേണ്ടി വിശ്വസിക്കാമെങ്കിൽ പോലും ആ കുട്ടിയുടെ മൊഴി നിർബന്ധപൂർവം മാറ്റാൻ തക്ക ഒരു ഘടനാ സംവിധാനം ഛത്തീസ്ഗഡിലെ പോലീസിന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, ഇതെല്ലാം വളരെ ന്യായമായി നടന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു സ്ട്രക്ചറൽ വയലൻസിന്റെ ഒരു അംശം അവിടെ ഉണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ വളരെ അൺഫോർച്ചുനേറ്റ് ആണ് എന്ന് പറയേണ്ടി വരും. ശരി, ഇക്കാര്യത്തിൽ സംസ്ഥാന BJP ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ടോ? അതോ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് നാളെ ഒരു സംഘത്തെ അയക്കുന്നു, അനിൽ ആന്റണി അങ്ങോട്ട് പോകുന്നു, ഇതാണോ തീരുമാനിച്ചിരിക്കുന്ന കാര്യം? അവിടെ എന്തോ അരുതാത്തത് സംഭവിച്ചു എന്നുള്ള കൃത്യമായ ബോധ്യം ഇവിടെ സംസ്ഥാന BJPക്ക് വന്നിട്ടുണ്ടോ?
ഉറപ്പായിട്ട് വന്നിട്ടുണ്ടല്ലോ. അത് അല്ലെങ്കിൽ ഇതൊരു ഫയർ ഫൈറ്റിംഗ് ആണ് ശ്രീ ശരി മഞ്ജുഷ്. ഡിനി ഇതൊരു അങ്ങനെയാണോ ഫയർ ഡിനി ഫൈറ്റിംഗ് അങ്ങനെയാണോ എക്സസൈസ് ആയി. ഡോക്ടർ ശ്രീ മഞ്ജുഷ്, ഞാനത് അതിന്റെ ഉത്തരം പറയാം. കാരണം ഇവിടെ